ഇന്നത്തെ എൻ്റെ യാത്ര മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന കല്ലാറിൻ്റെ കുറുകെയുള്ള പാലത്തിലാണ് ഞാൻ നിൽക്കുന്നത്. മീൻമുട്ടി വെള്ളച്ചാട്ടം എന്നാണ് ഇവിടെ നിന്ന് ഒരു ബോർഡ് അവിടെ ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്രയാണ്. ഞാൻ രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞാനിപ്പോൾ ബാലരാമപുരത്തു നിന്നാണ് വന്നത്. ബാലരാമപുരം, കാട്ടാക്കട, ആര്യനാട്, വിതുര വഴിയാണ് ഞാൻ കയറിയത്. ഒരു ഒന്നര മണിക്കൂർ എടുത്തു അവിടെ നിന്ന് ഇവിടെ എത്താൻ. രണ്ടാലും തടിയിൽ ചെയ്തൊരു ബോർഡുണ്ട്. സ്വാഗതം കേരള വനം വന്യജീവി വകുപ്പ്, കല്ലാർ ഇക്കോ ടൂറിസം, പരുത്തിപ്പള്ളി റേഞ്ച്, തിരുവനന്തപുരം ഡിവിഷൻ. ഇതാണ് എൻ്റെ മെയിൻ ഇതുണ്ട്. ഇനി ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. എൻ്റെ ബൈക്കിലാണ് ഞാൻ വന്നത്. എൻ്റെ ബൈക്ക് ഇതായി ഇവിടെ വെച്ചേക്കണം. ഇനി ഇത് എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവാം. അതായത് ആ ബൈക്ക് ഇതിലാണ് ഞാൻ വന്നത്, സ്പ്ലെൻഡർ. ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ടും കാശ് ഇതൊന്നും അറിഞ്ഞുകൂടാ. ചോദിച്ചു നോക്കട്ടെ. കയറാമോ? പാസ് എത്ര? ഇവിടെ ടിക്കറ്റ് നിരക്ക് ചെയ്തിട്ടൊന്നുമില്ല. മുതിർന്നവർക്ക് 40, കുട്ടികൾക്ക് 20, വിദേശികൾക്ക് 300. ബൈക്കിന് പോസ്റ്റുകളുണ്ട്. 3 പേര്. ഒരാൾക്ക് 40, ബൈക്കിന് 20. ഇവിടെയൊക്കെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടല്ലോ. കല്ലാറിൻ്റെ കുറച്ച് ഭാഗം ഇവിടെ കാണാൻ പാടില്ല. ഒരു ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട്. ബാക്കിനെ കൊണ്ട് ഒരു ഹലോ കൊടുത്തു. റോഡ് വളരെ മോശം. ഒന്നാതെ എൻ്റെ ബൈക്കിന് ടയർ വളരെ മോശം. നല്ല തണുപ്പുണ്ട് കേട്ടോ. തണുത്ത കാറ്റടിക്കുന്നു. തണുപ്പുള്ളല്ലോ. അത് അവിടെ വരെ പോകാൻ എത്ര ദൂരമുണ്ട് ബൈക്കിൽ പോകാൻ? ഈ പാർക്കിങ്ങിൻ്റെ അവിടെ 1/2 കിലോമീറ്ററേ ഉള്ളൂ. പിന്നെ അവിടെ നടക്കാം എത്ര? ആ ഓ 10 രൂപ ഇല്ല, 20 രൂപ. അവിടെ ഒരു അമ്മമ്മയെ കണ്ടു. അപ്പം നേരത്തെ സ്ഥലം ചോദിച്ചതാണ്. അപ്പോൾ അവർക്ക് വൈകും തോന്നുന്നു, നല്ല സുഖമില്ലാത്തതാണ്. അപ്പോൾ അവർ പൈസ ചോദിച്ചു. എത്ര ചോദിച്ചു? ഞാൻ 20 രൂപ കൊടുത്തു. എല്ലാ ദിവസവും പണിയില്ല. കോൺട്രാക്ട് ബേസിലായിരിക്കും എടുത്തിരിക്കുന്നത്. ഭയങ്കര കല്ല്. അയ്യോ അയ്യോ. കല്ലാറിപ്പോഴും വളരെ ശാന്തമായിട്ടാണ് ഒഴുകുന്നത്. എപ്പോഴാണ് വെള്ളം കൂടുന്നതെന്ന് പറയാൻ ഒക്കില്ല. അത്ര ഡേഞ്ചറാണ് ഇവിടെ. കേരള കഫേ റെസ്റ്റോറൻ്റാണ്. റെസ്റ്റോറൻ്റാണ്. ടിക്കറ്റ് കാണിക്കുന്നുണ്ട്. താഴെ കേട്ടോ. അങ്ങോട്ടൊരു റോഡ് കാണുന്നുണ്ട്. അത് ഏതാണ് തിരിച്ചു വരുന്ന ചോദിക്കും. അതെന്താണെന്ന് നോക്കിയിട്ടാണ്. അവിടെ പോകാൻ പറ്റുമെങ്കിൽ ഒന്ന് പോകണം. അവിടെയാണ് പാർക്കിങ്. കേട്ടോ ചോദിച്ചിട്ട് പോകാം. ഇവിടെ പാർക്കിങ്. ഓക്കെ. 2-3 വണ്ടി കിടക്കുന്നുണ്ട്. ആൾക്കാർ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ രാജാവിനെ ഇവിടെ വയ്ക്കാം. അവിടെ കുട്ടികൾക്കുള്ള കുറച്ച് കളിക്കാനുണ്ട്. പാർക്ക് ഏതാണ്ട്
നോക്കുക. ഇതൊരു ക്യാൻറ്റീനാണ് കേട്ടോ. അത് ക്യാൻറ്റീന് അല്ല, ഇത് ഇവരുടെ സ്റ്റാഫിൻ്റെ ആണെന്ന് കേട്ടോ. ഇവിടെ അതിൻ്റെ പാത്രങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. സ്റ്റൗവും ലൈഫ് ജാക്കറ്റും ഒക്കെ ഇരിപ്പുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയോ, പോസ് ചെയ്ത് വായിച്ചാൽ മതി. ഇവിടെ ഒരുപാട് അപകട മരണങ്ങൾ നടന്നിട്ടുണ്ടെന്ന് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുരങ്ങ കയറിയിരുന്നു. ഈ ആരോ എന്താ ഫുഡ് കൊടുത്തരും, അത് കഴിക്കുകയാണ്. ഇവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഏതോ ഉണ്ട് സംഭവങ്ങൾ. മുകളിലോട്ടാണ് പോകണം ആ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴി. ഇവിടെ വേണമെങ്കിൽ ഇരിക്കാം. കുറച്ചൊക്കെ ഇവിടെ നിന്ന് ഒന്ന് നോക്കാം. മുകളിലോട്ട് പോവാം. ദൂരെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് ചെറിയ കിളികളൊക്കെ വിളിക്കുന്നുണ്ട്. സൗണ്ട് കേൾക്കാൻ പോകുന്നു. നല്ലതായിട്ടോ കാണാൻ. ഇനി കുറച്ച് ദൂരം കൂടെ ഉണ്ട്. പക്ഷെ വെള്ളം സൗണ്ട് ഇങ്ങനെ അടുത്ത് കേൾക്കാം. ഒരു സെക്യൂരിറ്റി ചേട്ടൻ നിൽപ്പുണ്ട്. അവിടെ വേറൊരു ആൾ വന്നിട്ട് ചേട്ടന് സെക്യൂരിറ്റി ചെയ്യേണ്ടത് പറഞ്ഞേക്കുന്നതാണ്. വെള്ളം ഒട്ടും ഇല്ലെന്ന് അവിടെ. ഒരു നൂല് പോലെ മാത്രമേ വെള്ളം വരുന്നുള്ളൂ. പക്ഷെ വെള്ളമുണ്ട്. വെള്ളത്തിൽ പിന്നെ ഇത്രയും ഇത് കൂടെ ഒഴിവാണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ. സെക്യൂരിറ്റി ചേട്ടൻ അതാ ചോദിച്ചത്. ഇഷ്ടംപോലെ മരങ്ങൾ ഏരിയയിൽ എല്ലാം ചവിട്ടി കയറാൻ എളുപ്പമുണ്ട്. ഒരു ചെറിയൊരു ട്രക്കിങ്. കുറച്ച് റെസ്റ്റ് എടുക്കും. ഫുൾ കാട് കാടിന് നടുക്കില്ല. ആൾ കുറവാണ് കേട്ടോ. ആൾക്കാർ കുറവാണ്. വെള്ളം ഉണ്ടോന്നുണ്ട്. ഞാനിപ്പോഴും ഒരു ബോട്ടിൽ കയ്യിലായി വെള്ളം വാങ്ങിച്ചു. ഈ സ്ഥലങ്ങളിൽ വെള്ളം കിട്ടാൻ ചാൻസ് കുറവാണ്. ഇവിടെ കണ്ടോ ഒരു ചെറിയൊരു ഇരുമ്പിലെ പൈപ്പ് നല്ല സ്റ്റെപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അങ്ങ് തുരുമ്പെടുത്ത് പോയി. ഞാൻ പിടിക്കാനുള്ള സൗകര്യം കുറച്ച് പൈപ്പൊക്കെ കൊടുത്തേക്ക്. ഇതെന്തിനായിട്ടാണ് കെട്ടിക്കണത്? ആൾക്കാർക്ക് ഇരിക്കാമോ? ആ അല്ല തീയൊക്കെ ഓ ഇത് പുക അടിച്ചാലേ ലാസ്റ്റ് ചെയ്യുള്ളൂ. ഓ അപ്പോൾ രാത്രി ഇവിടെ സ്റ്റേ ഉണ്ടോ ഇവിടെ? ഇല്ല. ആ പകൽ മാത്രം. തണുപ്പ് സീസണിലൊക്കെ ഇരിക്കാൻ വേണ്ടി. ആ നനയും. ആ
ആ. വേറൊരു മരത്തിൻ്റെ വെള്ളിയുണ്ട് വലുത്, ഊഞ്ഞാല് പോലെ ഇരിക്കും. വേറൊരു വലിയൊരു പാറ, അത്യാവശ്യം വലിയൊരു പാറ നോക്കി. ഉമ്മേ, അതിങ്ങനെ കുട പോലെ നിൽക്കുകയാണ്. അതിൻ്റെ താഴെ കൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. പൊട്ടിയൊക്കെ വീഴണമെങ്കിൽ ഒന്ന് ഓടാൻ പോലും പറ്റില്ല. ഈ സമയം മാസം വന്നു കഴിഞ്ഞാൽ ഈ വഴിക്ക് നമുക്ക് അന്ന് വരാൻ പറ്റില്ല. വെള്ളം നമ്മളെ ഈ ലെവലിൽ പോകും. ഓ, പാറയൊക്കെ ആ, അപ്പം മേളിൽ നിന്നാണ്ട് അവിടെ നിന്നൊക്കെ നല്ല വെള്ളം വരുമല്ലേ തീർച്ചയായും. അപ്പം ഇങ്ങോട്ട് ആരെയും വിടൂല, നമുക്ക് ഇങ്ങോട്ട് വരാൻ തന്നെ പേടിയായിരിക്കും. പേടിയായിരിക്കും. ആ, അത് വലിയ പാറ വലിയ കല്ലുള്ളത്. ഭയങ്കര ഒന്നുമാണ് നമ്മൾ കണ്ടാൽ പേടിക്കുന്നത്. കല്ലാറെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത്ര കല്ലാറ് തന്നെയാണ്. ഈ ആറിന്റെ ഈ അവസ്ഥ കാണുന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് വരണം. പിന്നെ മാസം വരണം. ആ, മഴക്കാലത്ത് വരണം. അത്ര ഇതായിരിക്കും. പക്ഷെ ഇങ്ങോട്ട് വിടൂല. നമ്മൾ മഴ അവിടെ ചപ്പാത്തിൽ വെള്ളം കയറി വെള്ളം പൊങ്ങിയില്ലെങ്കിൽ ടവറുണ്ട് അവിടെ ഒന്ന് കാണും. ചെറിയ മഴയൊക്കെ വലിയ മഴയുണ്ടെങ്കിൽ ചപ്പാത്തിൽ വെള്ളം പൊങ്ങിയുണ്ട് മൊത്തത്തിൽ ആരും വരില്ല. നമ്മൾ ടിക്കറ്റ് ക്ലോസ് ചെയ്യും. അങ്ങനെ കാരണം 5 വർഷം കൂടെ അങ്ങനെയാണ്. ഇപ്പോഴും അങ്ങനെയല്ലേ. നല്ല തണുത്ത വെള്ളം കേട്ടോ. വഴിക്കലുണ്ട് കേട്ടോ. വിളിച്ച് പോയില്ലെങ്കിൽ പണിയാവും. എന്നാൽ ഒരു കയ്യിൽ ഷൂ ഇരിക്കുകയാണ്, അതുകൊണ്ട് പ്രശ്നമാണ്. ഇത്രയും ഒരു മനോഹരമായ ഒരു സ്ഥലം, അത് നമ്മുടെ തിരുവനന്തപുരം. അതിൻ്റെ ഒന്നും വലിയ നല്ല പാറ, വലിയത്. മഴയത്തില്ല ഒന്നും ഇറങ്ങാൻ പറ്റില്ലെന്നാണ് ചേട്ടൻ പറയണം. ഇവിടെയും ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ അവർ, അപകട മേഖല, ഡേഞ്ചർ സോൺ. കാരണം പാറയിലൊക്കെ അത്രയും വഴുക്കലും എല്ലാം ഉണ്ട്. സൂക്ഷിച്ച് നടന്നില്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും. അപകട മേഖല മാത്രമേ എല്ലായിടത്തും വെച്ചിട്ടുള്ളൂ. കുളി അനുവദിക്കുന്നതല്ല. ഇതാണ് വെള്ളച്ചാട്ടം, മീൻമുട്ടി വെള്ളച്ചാട്ടം. രസമുണ്ടല്ലേ കാണാൻ, അടിപൊളി. ഓക്കെ, ഇവിടെ വലിയൊരു കുഴിയുണ്ട്. ആ കുഴിയിലോട്ടാണ് ഈ വെള്ളം വന്ന് വീഴുന്നത്. ഇറങ്ങുകയാണെങ്കിൽ പണിയാണ്.
നല്ല ഫോഴ്സിലാണ്, നല്ല ഫോഴ്സ്. ആ വലിയ വെള്ളം വന്ന് വരുന്നതിൻ്റെ അപ്പുറത്തുണ്ട്, ചെറുതായിട്ട് വരുന്നുണ്ട്, അവിടെ കൂടെ വെള്ളം വരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.